ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ആർട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരുത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ്. ക്യൂർ ഫാൻസിൻ്റെ എനർജിയാണ് ഇതിൽ. ഒരു കൺഫ്യൂസ്ഡ് എനർജിയാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾ എന്തോ ഒരു കാര്യം തീരുമാനിച്ചിരുന്ന ഒരു കാര്യം അത് മാറ്റി വെച്ചു എന്നാണ് കാണുന്നത് കേട്ടോ. ഇതൊരു ക്യൂനഫാൻസിൻ്റെ ഒരു ഷാഡോ സൈഡാണുള്ളത്. അപ്പോൾ നിങ്ങൾ ചില ഫിക്സ് ചെയ്തിരുന്ന ഒരു കാര്യം, ചിലപ്പോൾ ഒരു യാത്രയാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം പർച്ചേസ് ചെയ്യുന്നതാകാം, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാര്യം അത് എന്ന് സംഭവിക്കും എന്ന് വിചാരിച്ചിരുന്നത് അത് മാറ്റി വെച്ചു എന്നുള്ളതാണ് കാരണം. അത് ചിലപ്പം നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നു ഇന്നത് വേണ്ട എന്ന് വിചാരിച്ച് മാറ്റി വെച്ചൊരു കാര്യം. ചിലപ്പോൾ ചില ആൾക്കാരോട് എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കാം. നിങ്ങൾ ചിലപ്പം വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇന്ന് ഇതൊക്കെ ചോദിച്ച് അത് എന്തെങ്കിലും കാര്യം ചിലപ്പോൾ അത് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം. എന്തെങ്കിലും സംസാരിച്ചേ തീരുള്ളൂ എന്ന് ഇരുന്നിട്ട് ഇന്നത് വേണ്ട, ഇന്ന് തൽക്കാലത്തേക്ക് അത് വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. കുറച്ചുകൂടി കഴിയട്ടെ, ഒരു വെയിറ്റ് ചെയ്യാം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ഹാങ്ഡ് മാനാണ്. വളരെ സ്റ്റേബിളായിട്ടുള്ളൊരു എനർജിയാണ്. അപ്പോൾ ഏത് സിറ്റുവേഷനിലും എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കുറച്ച് വിശ്വാസം നിങ്ങൾക്കുണ്ട്. കാരണം എത്ര സ്ട്രഗ്ലിങ് സ്റ്റേജും അത് കടന്നു പോകാൻ അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. കുറേയധികം പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായേക്കാം, പക്ഷെ അതൊന്നും നിങ്ങളത്ര കാര്യമാക്കി എടുക്കുന്നില്ല എന്നാണ് കാണുന്നത്. ഒരു തിരിച്ചറിവൊക്കെ വരുന്നൊരു സമയമാണ് കേട്ടോ. നിങ്ങൾ പുതിയ എന്തോ കാര്യങ്ങൾ, ഒരു കാര്യം ചിലപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള മെഡിറ്റേഷൻസോ ന്യൂറോബിക്സോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നിങ്ങളൊന്ന് സ്റ്റേബിളായ ഒരു എനർജിയാണ്. ഒരു സ്പിരിച്വൽ എവേക്കണിങ്ങിൻ്റെ സമയമാണ് ഈ ഒരു സമയം. ഒരു തിരിച്ചറിവൊക്കെ വരുന്നു എന്ന് പറയാം. ജഡ്ജ്മെൻ്റാണ് ഇന്ന്. കോടതിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, കേസ് പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ഒരു വിധി വരുന്നൊരു ദിവസമാണ് കേട്ടോ. ചിലപ്പോൾ അത് ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് വരുന്ന വിധിയായിരിക്കാം. അത് നിങ്ങൾക്ക് അനുകൂലമായി വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത് ജഡ്ജ്മെൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പം അത് ഷാഡോ സൈഡല്ല വന്നിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നീങ്ങുന്ന ഒരു എനർജിയാണ്. അത് കേസെന്ന് മാത്രമല്ല, ഇനി നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ എവിടെ തന്നെ ആയാലും നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ സംഭവിക്കുന്നത് മൂവ് ആകുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ചിലപ്പോൾ നിങ്ങൾ സ്റ്റക്കായി നിന്ന് നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ആരും വിശ്വസിക്കാതെ കേൾക്കാതിരുന്നു എങ്കിൽ ഈ ഒരു സമയം ദൈവമായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുന്നു എന്നാണ് കാണുന്നത്. 6 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ആരെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഫലമോ ഒക്കെ ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ശരിക്കും ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് വന്നേക്കാം. സെയിം ആ ഒരു വ്യക്തിക്കും ഇന്നത്തെ ദിവസം നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ഒരു ഫീലിംഗ് ആയിരിക്കും വരുന്നത്. കാരണം പാസ്റ്റ് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നപ്പോൾ ഉള്ള ആ കാര്യങ്ങൾ ഓർക്കുന്നു എന്നുള്ളതാണ്. ചിലപ്പം ഒരാൾ നിങ്ങളെ കാണാൻ വരുന്നുണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ നല്ല സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഫാമിലി മെമ്പറോ ഒക്കെ ആകാട്ടോ. മാത്രമല്ല നിങ്ങളുമായിട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടിരുന്ന, നിങ്ങളൊരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരിക്കാനാണ് സാധ്യത. ഇത് നിങ്ങളിലേക്ക് വരുന്നു. പിന്നെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഏതോ സ്ഥലത്തേക്ക്, ഏറ്റവും നിങ്ങൾക്ക് കണക്റ്റഡായി തോന്നിയ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരു എനർജിയുണ്ട്. എംപ്രസിൻ്റെ എനർജിയാണ് ഇതിൽ. തീരുമാനങ്ങൾക്ക് ഒരു ദൃഢത വരുന്നു. നിങ്ങൾ ആലോചിച്ചിരുന്ന കാര്യം, നിങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്ന കാര്യം അത് ചെയ്യുന്നൊരു എനർജിയാണ് കുറേ ആൾക്കാർക്ക്. ഫാഷൻ
സംബന്ധമായ എന്തോ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊരു എംബ്രസ്സാണ്. അപ്പം അത് നിങ്ങൾ ഫാഷൻ, ബ്യൂട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ, ആലോചിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളത് കുറച്ചുകൂടി പഠിച്ചതിന് ശേഷം അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്. നിങ്ങൾ അല്ലെങ്കിൽ ഡിസൈൻ പോലെയുള്ള കാര്യങ്ങൾ, അത് കുറേ ക്രിയേറ്റിവിറ്റി വേണ്ട കാര്യങ്ങൾ എന്താണോ അതിൽ നിങ്ങൾ ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു പുതിയതായിട്ടൊരു കാര്യം തുടങ്ങണമെന്നോ ഒരു ജോലി മാറണമെന്നോ ഒക്കെ തോന്നിയിരിക്കുന്ന ആൾക്കാർക്ക് അത് ചെയ്യാവുന്നതാണ്. അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് കൂടുതൽ വരുന്ന സമയമാണ്. അത് നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ വർക്കിൽ കാണിക്കാനും പറ്റും എന്നുള്ളതാണ്. മറ്റുള്ളവർ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊരു സമയമാണ്. മറ്റുള്ളവർ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന, അത് മാത്രമല്ല നിങ്ങളുടെ ഐഡിയാസ് മറ്റുള്ളവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമയം കൂടിയാണ്. 10 of Swordsന്റെ എനർജിയാണ്. അത് പുറത്ത് എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളൊരു തോന്നലുണ്ട് നിങ്ങൾക്ക്. തോന്നൽ മാത്രമല്ല, അത് പ്രൊട്ടക്റ്റഡ് ആണ് എന്നുള്ളതാണ്. കുറേ പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടായേക്കാം. കാരണം ഇതൊരു 10 of Swordsന്റെ എനർജിയാണ്. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും ആ ഒരു കാര്യത്തിന് ആ ഉള്ള ഒരു പ്രശ്നം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ അതിനുള്ളൊരു ധൈര്യമൊക്കെ ഇന്നത്തെ ദിവസം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒളിച്ചോടാൻ തുടങ്ങിയാൽ എവിടെയൊക്കെ നമ്മൾ ഒളിച്ചോടും, എത്ര കാലം നമ്മൾ ഒളിച്ചോടും. അപ്പോൾ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യാനൊരു തൻ്റെ ഇടം ഇന്നത്തെ ദിവസമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ചില വ്യക്തികളെ മീറ്റ് ചെയ്യുന്ന കാര്യമായിരിക്കും ഇത്. ചിലപ്പോൾ ചില റിലേഷൻഷിപ്പ് നമുക്കത് ഇനി അത് മുന്നോട്ട് പോകണ്ട, പക്ഷെ പറഞ്ഞൊന്ന് ക്ലോസ് ചെയ്യാം എന്ന് അത് വേണമായിരിക്കാം. നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകണ്ട, പക്ഷെ നിങ്ങൾക്ക് പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞ് എൻ്റെ ആക്കാം എന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാർ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റുന്നതൊക്കെ പറയാൻ മനസ്സിൽ വരണേ. ചിലപ്പോൾ അത് ഫോൺ വിളിച്ചായിരിക്കാം, ചിലപ്പോൾ അത് നേരിട്ട് കണ്ടിട്ടായിരിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അത് റിലേഷൻഷിപ്പിൽ നിന്ന് മാത്രമല്ല, നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോലും എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പറഞ്ഞ് തീർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകരോടായിരിക്കണം. അത് കുറേ ആൾക്കാർ നിങ്ങൾക്ക് എതിരായിരിക്കാം, പക്ഷെ എന്നാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിനുള്ള ധൈര്യം തരാൻ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഇന്ന് എക്സാമൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ പറ്റാതിരുന്ന ആൾക്കാർ ഞാൻ പഠിച്ച കാര്യങ്ങൾ എന്നെ വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു എനർജി ഉണ്ട്. ഒരു പ്രൊട്ടക്ഷൻ തേടുന്ന ഒരു എനർജിയാണ്. ചിലപ്പോൾ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും യാത്ര പോകുന്നതായിരിക്കും. അപ്പോൾ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. 9 of Cupsന്റെ എനർജിയാണ്. നിങ്ങൾ ആരോടോ ഒരു പ്രണയം പറയാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സ്നേഹമുണ്ട്, പ്രണയമുണ്ട്. അത് ആരോടോ റിവീൽ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ്. ഒരു പ്രണയവുമായിട്ട് കാത്തിരിക്കുന്നു. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങളൊരു റോസുമായിട്ടൊക്കെ കാത്തിരിക്കുന്ന ഒരു എനർജിയാണ്. അത് ചിലപ്പോൾ ഒരുപാട് കാലം കൊണ്ട് പരിചയമുള്ള ഒരാളിനോട് എങ്ങനെ പറയും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾ. അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. ഇതൊരു പ്രണയവുമായി ബന്ധപ്പെട്ടൊരു കാർഡാണ് കേട്ടോ ഇത്. നമ്മൾ അതങ്ങനെ കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഓഫർ അങ്ങോട്ട് പറയണോ, അങ്ങോട്ടൊന്ന് സംസാരിച്ചാലോ എന്നൊക്കെ നിങ്ങൾ ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട്. 7 of Wandsന്റെ എനർജിയാണ്. കുറച്ച് ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കാം. എത്ര നല്ല കാര്യം ചെയ്താലും മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരും. ചില ആൾക്കാർക്ക് ഇത് മറ്റുള്ളവർ ചെയ്യുന്ന കുറ്റം നമ്മളുടെ തലയിൽ കെട്ടിവെക്കുന്നത് സഹിക്കേണ്ടി വരും. ഒരു തെറ്റും ചെയ്യാതെ നമുക്ക് നമ്മളുടെ ഭാഗം ന്യായീകരിക്കാൻ പറ്റാതെ മിണ്ടാതെ നിൽക്കേണ്ടി വരും. അതായത് മറ്റുള്ളവർ അടിക്കുന്ന അടി കൊണ്ടുകൊണ്ട് നിൽക്കേണ്ടി വരും. അത് നമുക്ക് ചിലപ്പം റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ആത്മധൈര്യമോ തൻ്റെ ഇടമോ ഒന്നുമില്ലാതെ അത് കൊള്ളേണ്ടി വരുന്ന ഒരു എനർജിയാണ് കേട്ടോ. പക്ഷേ അത് നമ്മളൊട്ട് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമുക്കത്
എതിർക്കാൻ പറ്റൂല, അതിനുള്ള ഒരു ധൈര്യമില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആൾക്കാർ, കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ നിങ്ങൾ ഇന്ന് സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ നമ്മൾ സത്യമാണ് പറയുന്നതെങ്കിൽ പോലും മറ്റുള്ളവർ അതിനെ ഖണ്ഡിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. മറ്റുള്ളവർ നമ്മളുടെ ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നമ്മളുടെ മേൽ വയ്ക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ സംസാരിക്കുമ്പോൾ ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഇറിറ്റേറ്റ് ചെയ്യുകയോ പ്രൊവോക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യാതിരിക്കുക. കാരണം അങ്ങനെ പ്രൊവോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മളിൽ കുറ്റം ആരോപിക്കും. നമ്മൾ അങ്ങോട്ട് കുറ്റം പറയാൻ പോയി കഴിഞ്ഞാൽ ആ കുറ്റങ്ങളെല്ലാം, ഇല്ലാത്ത കുറ്റങ്ങളെല്ലാം നമ്മളുടെ തലയിൽ വരും. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടും ഒന്ന് ഒരു തർക്കത്തിന് പോകാതിരിക്കുക. സെവൻ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ്. കുറേയധികം കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, പക്ഷെ ചെയ്യാനുള്ളൊരു മൂഡും ഇല്ല എന്നുള്ളതാണ്. ചിലപ്പോൾ വീട്ടിലായാലും ഓഫീസിലായാലും, അത് മാത്രമല്ല ഓവറോൾ നമ്മൾ പെൻഡിങ് ഉള്ള കുറേ വർക്കുകളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ. അത് പല പല കാര്യങ്ങളാണെന്നുള്ളതാണ്. ചിലപ്പം പാസ്പോർട്ട് റിന്യൂ ചെയ്യാനായിരിക്കാം, ലൈസൻസ് റിന്യൂ ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും ഒരു ഓഫീസിൽ ചെന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതായിരിക്കാം. പക്ഷേ മാത്രമല്ല, ഇത് ചെയ്തു തീർക്കേണ്ടത് നമ്മളുടേതായ കുറേ വർക്കുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റണില്ല. ചെയ്യാൻ പറ്റാതെ ഒരു വിഷമിച്ചിരിക്കുന്നു, അത്രയും അങ്ങനെ ഇതൊന്നും ആക്റ്റീവായിട്ട് ചെയ്യാനുള്ള ഒരു എനർജി ഇല്ലാതെ ഇരിക്കുന്ന ആൾക്കാരാണ് ഇതിനകത്തുള്ളത്. അപ്പം നിങ്ങൾ അങ്ങനെ ചിന്തിക്കാതിരിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്ത് വയ്ക്കുന്നതാണ് നല്ലത്. നമ്മൾ ഈ കാര്യങ്ങളൊന്നും നമ്മളുടെ അടുത്തേക്ക് വരുമെന്ന് ചിന്തിക്കാതിരിക്കുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്ത് തീർക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ തന്നെ ചെയ്യണം. അത് കുറേ ആൾക്കാർക്ക് ഇതൊരു മടിയാണ്, കുറേ ആൾക്കാർക്ക് ഒരു മൂഡ് ഓഫ് ആണ്. എന്തൊക്കെയോ ഒരു മൂഡ് ഓഫ്, ഇന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ ഒരു എനർജി ഇല്ലാത്ത വണ്ണമുള്ളൊരു മൂഡ് ഓഫ്. അത് ഒന്ന് മാറ്റുന്നത് നല്ലതായിരിക്കും. വേൾഡ് കാർഡാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു യാത്ര, ചിലപ്പം നിങ്ങൾ ആഗ്രഹിച്ചൊരു യാത്ര അല്ലെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നൊരു യാത്ര മാറ്റി വയ്ക്കുന്നൊരു എനർജി ഉണ്ട് കേട്ടോ. അവസാന നിമിഷം അത് പോകണ്ടെന്ന് വയ്ക്കും. ചിലപ്പോൾ ഇന്നലെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇനി ആ ഒരു യാത്ര പോകണ്ട. നിങ്ങൾ നേരത്തെ ചിന്തിച്ചിരുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് ഒറ്റയ്ക്കായിരിക്കാം, ചിലപ്പോൾ ഫ്രണ്ട്സിനോടൊപ്പം ആയിരിക്കാം. എന്തായാലും ചെറുതോ വലുതോ ആയ ഏതൊക്കെയോ യാത്രകൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മാറ്റി വയ്ക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പോകാം എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത്. ചില കാര്യങ്ങൾക്ക് തടസ്സമുണ്ട്. അപ്പം ആ തടസ്സം കൊണ്ടായിരിക്കാം നിങ്ങൾ യാത്ര മാറ്റി വയ്ക്കുന്നത്. അങ്ങനെ കാണുന്നുണ്ട്. ഫോർ ഓഫ് പെന്റക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. നിങ്ങളുടെ വർക്കിൽ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മറ്റാൾക്കാരെ കൂടി നിങ്ങൾ കുറച്ച് ആൾക്കാരുടെ സഹായം തേടുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാരണം മറ്റുള്ളവരുടെ അഡ്വൈസ് നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ്. അപ്പം പിന്നെ അതിൽ മറ്റുള്ളവരുടെ ഐഡിയ ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടണത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും കാര്യത്തിൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഒരു ക്ലാരിറ്റി ഇല്ലെങ്കിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളോടോ ആരോടെങ്കിലും ഒന്ന് ചോദിച്ച് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത്. നോക്കാം. ഏസ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ കയ്യിലുള്ള എന്തോ ഒരു കാര്യത്തിന് വേറെ ആരോ കൂടി ആവശ്യക്കാരുണ്ട് എന്നുള്ളതാണ്. അത് എന്ത് തന്നെ ആകട്ടെ, ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലിയായിരിക്കാം, പ്രമോഷനായിരിക്കാം, റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ വ്യക്തിയായിരിക്കാം. എന്തായാലും നിങ്ങളെപ്പോലെ വേറൊരാളും അത് നിങ്ങളിൽ നിന്ന് പിടിച്ചു വാങ്ങാൻ ഉള്ളൊരു ശ്രമം നടത്തുന്ന പോലത്തെ ഒരു എനർജിയാണ്. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ വ്യക്തിയെ വേറൊരു തരത്തിലേക്ക് ചിന്തിക്കാനോ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനോ ഒക്കെ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ആരോടും തർക്കിക്കാൻ പോകാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയാൽ പോലും, അവർക്കത് ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ പോലും നിങ്ങളത് അതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുക. അത് നിങ്ങൾ അറിഞ്ഞു എന്ന് മനസ്സിലാക്കാതിരിക്കുക. ചിലപ്പോൾ അത് നിങ്ങളുടെ പ്രൊമോഷൻ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യമായിരിക്കാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ ഇന്നത് തന്ത്രപൂർവ്വം ഹാൻഡിൽ ചെയ്യുക. അറിഞ്ഞിട്ട് വിഷമിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. ജസ്റ്റിസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് കിട്ടുന്നൊരു സമയമാണ്. നീതി നിങ്ങൾക്കാണ് എന്നാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നതാണ് കാണുന്നത്. അത് ഏത് തരത്തിലായാലും കേട്ടോ. ഇത് നിങ്ങളൊരു ന്യൂസ് അല്ലെങ്കിൽ പാക്കേജ് അല്ലെങ്കിൽ ഒരു ലെറ്റർ കാത്തിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെ
ഓരോ ന്യൂസോ പാക്കേജോ ലെറ്ററോ ആരെങ്കിലും അയച്ചു തന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് തരുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ചില ആൾക്കാരുമായിട്ടൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായേക്കാം എന്നാണ് കാണുന്നത് കേട്ടോ. ഒരു അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് സംസാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായേക്കാം, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് അത് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തീർക്കുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായ ഒരു തെറ്റിദ്ധാരണകൾ ഇന്നത്തെ ദിവസം നമുക്ക് തീർക്കും എന്നാണ് കാണുന്നത് കേട്ടോ. ഫ്ലാഗാണ്. നിങ്ങളുടെ സ്റ്റാൻഡേർഡിന് താഴെ പോകരുത്. നിങ്ങളുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ഇന്നത്തെ ദിവസം നിങ്ങളുടെ സ്റ്റാൻഡേർഡിൻ്റെ താഴെ പോകരുത് എന്നുള്ളതാണ്. കാരണം ഇന്ന് കുറേ ആൾക്കാർ നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാം. അതിൽ നിങ്ങൾ വീണ് നിങ്ങൾ ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും സംസാരിക്കാതിരിക്കുക, ഒരുപാട് ദേഷ്യപ്പെടാതിരിക്കുക എന്നൊക്കെയാണ് കാണുന്നത്. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.